ഗന്ധർവനെ പൂജിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ? വർഷങ്ങൾക്ക് മുൻ ശ്രീ അനന്ത പത്മനാഭ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലായി ഒരു നാലുകെട്ട് തറവാട് ഉണ്ടായിരുന്നു. ആ തറവാട്ടിലെ കാരണവർക്ക് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. അവരിൽ മൂത്തവളായിരുന്നു ദേവകി. നാട്യകലകളിലും ചിത്രകലകളിലും വൈദഗ്ധ്യ ആയിരുന്നു അവ. മുത്തശ്ശിക്ക് ഏറെ പ്രിയപ്പെട്ടവൾ ആയിരുന്നു ദേവകി. മുത്തശ്ശി പറഞ്ഞു കൊടുത്തിരുന്ന പുരാണ കഥകളിലൂടെ അവളുടെ മനസ്സിൽ ഗന്ധർവന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഒരിക്കൽ അവൾ തന്റെ കൗമാരത്തിൽ തന്റെ സങ്കല്പ നായകനായ ഗന്ധർവന്റെ ചിത്രം വരച്ചു. ആരെയും മോഹിപ്പിക്കുന്ന ജീവൻ തുടിക്കുന്ന ഒരു സൃഷ്ടിയായിരുന്നു ആ. ദേവകി സദാസമയവും ഈ ചിത്രത്തിനടുത്തായിരുന്നു. കേവലം ഒരു ചിത്രമായിരുന്നില്ല അവൾക്ക്, തന്റെ പ്രാണനായിരുന്നു. അവൾ ഉറക്കത്തിൽ പോലും ഗന്ധർവ സങ്കല്പത്തിലായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. അവളുടെ 2 സഹോദരിമാരുടെയും വിവാഹം കഴിഞ്ഞു. ശേഷം ദേവകിയുടെ മാതാപിതാക്കളും ഇഹലോകവാസം വെടിഞ്ഞു. അവൾ ഏകയായി. എന്നാൽ അവൾ ഒറ്റക്കായിരുന്നില്ല. ഗന്ധർവനുമൊത്ത് ഇല്ലത്ത് വാഴുകയായിരുന്നു. നൃത്തവും മധുര സംഭാഷണവും കൊണ്ട് അവളുടെ രാത്രികൾ പ്രണയസുരഭിലമായിരുന്നു. പ്രദേശവാസികളും സഹോദരിമാരും അവളുടെ ഈ പ്രവൃത്തികളിൽ അസ്വാസ്ഥത പ്രകടിപ്പിച്ചു. അവൾ ചിത്തഭ്രമം ബാധിച്ചിരിക്കുന്നു, അവളെ പൂട്ടിയിടണം എന്നായി സംസാരം. അങ്ങനെ ദേവകിയും അവളുടെ ഗന്ധർവ സൃഷ്ടിയും ഒരു മുറിയിൽ ദിവസങ്ങളോളം അടക്കപ്പെട്ടു. പക്ഷേ അവളെ ഇതൊന്നും ബാധിച്ചിരുന്നില്ല. ഗന്ധർവൻ എന്ന നിത്യയൗവനം അവളിൽ തുടിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ജരാനരകളോ ശരീരത്തിൽ പ്രായത്തിൻ്റെതായ ചുളിവുകളോ ഉണ്ടായിരുന്നില്ല എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഒരിക്കൽ മഴയുള്ള ആ രാത്രിയിൽ അവളുടെ സങ്കല്പം യാഥാർത്ഥ്യമായി. പാലപ്പൂവിന്റെ ഗന്ധം എങ്ങും വീശുന്നു. വിദൂരതയിൽ നിന്നും വീണനാദം അവളുടെ കാതുകളിൽ പതിച്ചു. അവൾ കണ്ണുകൾ തുറന്നു. അടച്ചിട്ട വാതിലുകൾ അവൾക്കായി താനേ തുറന്നു. അവൾക്കായി പ്രകൃതി മഴയെ മാറ്റി നിർത്തി. അവൾ മെല്ലെ മെല്ലെ വീണനാദം കേൾക്കുന്ന ഇടം ലക്ഷ്യമാക്കി നടന്നു. മുത്തശ്ശി പറയാറുള്ള നാഗകാവിലെ ഗന്ധർവ പാലയ്ക്ക് സമീപം അവൾ എത്തിച്ചേർന്നു. എവിടെ നിന്നോ ഒരു അശരീരി അവളുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി. പിന്നീട് ആ ഇല്ലത്ത് അവളെ ആരും കണ്ടിട്ടില്ല. ഒരു പക്ഷേ അവൾ ഗന്ധർവനുമൊത്ത് ഗന്ധർവ ലോകത്തിൽ പോയിരിക്കാം. വർഷങ്ങൾ പിന്നിട്ട് ആ ഇല്ലത്ത് താമസിക്കാൻ എത്തിയ അടുത്ത തലമുറക്കാർക്ക് ഗന്ധർവന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ തുടങ്ങി. അമാവാസി ദിവസങ്ങളിലും പൗർണമി നിലാവുള്ള ദിവസങ്ങളിലും വീണനാദങ്ങൾ അവളുടെ കാതുകളിൽ കേട്ടു. സന്ധ്യാസമയങ്ങളിൽ പാലപ്പൂവിന്റെ ഗന്ധവും അവിടെ പതിവായി. ഒടുവിൽ ഒരു ജ്യോത്സ്യന്റെ സഹായത്തോടു കൂടി ഗന്ധർവ ചൈതന്യത്തെ ആ ഇല്ലത്ത് നിന്നും മാറ്റപ്പെട്ടു. ശേഷം ഈ ഗന്ധർവ ചിത്രം ഒരു ഭക്തയായ അമ്മയുടെ കൈകളിൽ എത്തുകയും ബ്രഹ്മശ്രീ തുളസീധര സ്വാമികളുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തെ തന്നെ അതിപ്രശസ്തമായ തൊഴുവൻകോട് ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇന്നും ആ ക്ഷേത്രത്തിൽ ആ ഗന്ധർവ ചിത്രം ഒരു പ്രതിഷ്ഠയായി അവിടെ കാണാം. തേടും വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പക